കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടാണ് രാവിലെ 11 മണിക്ക് തൃശൂർ വെയ്യൂർ ജയിലിലാണ് സൂപ്രണ്ടിന്റെ മുറിയിൽ സത്യപ്രതിജ്ഞ. മേയർ വി. രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് വി.എസ്. അനു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനു, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ. ഗുഡ് മോർണിംഗ് സേതു. യഥാർത്ഥം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൗൺസിലർ ജയിലിനുള്ളിൽ വെച്ച്, അത് സൂപ്രണ്ടിൻ്റെ മുറിക്കുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലറായി ചുമതല ഏറ്റെടുക്കുന്ന ഒരു അസാധാരണ രാഷ്ട്രീയ സംഭവത്തിനാണ് ഇന്ന് കേരളം സാക്ഷിയാകാൻ വേണ്ടി പോകുന്നത്. നേരത്തെ തന്നെയും സുഗതൻ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർ, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായി ചുമതല ഏറ്റതാണ്. പക്ഷേ ഈ ദൈവനാമത്തിലും അല്ലെങ്കിൽ മറ്റ് ചില ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 പേരുടെ സത്യപ്രതിജ്ഞ കോടതി റദ്ദാക്കിയിരുന്നു. മാത്രമല്ല മറ്റ് കൗൺസിലർമാർ തൊട്ടു പിറ്റേ ദിവസം തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അത് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കുകയും ചെയ്തു. പക്ഷേ ഈ കാപ്പ കേസിൽപ്പെട്ട് ഈ പറയുന്ന ആദ്യം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പിന്നീട് വിയ്യൂർ ജയിലിലേക്ക് മാറ്റപ്പെട്ട സുഗതന് സ്വാഭാവികമായും അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സുഗതൻ നെടുമങ്ങാട് കോടതിയിൽ ആദ്യം തനിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു കൗൺസിലറായി ചുമതല ഏൽക്കണമെന്ന് കാണിച്ചുകൊണ്ട് അതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ ആദ്യം തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യം പരിഗണിക്കുകയും സ്വാഭാവികമായി ജനവിധിയെ മാനിക്കേണ്ടതാണ് എല്ലാ കോടതികളും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സുഗതന് അനുവാദം കൊടുത്തത്. പക്ഷേ പിന്നീട് ഹൈക്കോടതിയും സ്വാഭാവികമായി ഈ വിഷയം പരിഗണിച്ചു. അവിടെ ഹൈക്കോടതി പറഞ്ഞത് ജനവിധിയെ മാനിക്കാൻ ഹൈക്കോടതിയും ചില ഘട്ടങ്ങളിൽ ഇടപെടേണ്ടി വരും. കാരണം ജനങ്ങൾ വോട്ട് ജയിപ്പിച്ച ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു ജനവിധിയെ മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ജയിലിനുള്ളിൽ വെച്ച് എന്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൂടാ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്, അനുമതി നൽകുകയും ചെയ്തത്. ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി. രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ വിയ്യൂർ ജയിലിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് വിയ്യൂർ ജയിലിലെ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ വെച്ചാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത് തിരുവനന്തപുരത്തിന് വാഴോട്ടുകോണം കൗൺസിലറായി ചുമതല ഏൽക്കുക. ശരി അനു, വിയ്യൂർ ജയിലിന് മുന്നിൽ നിന്ന് നമ്മുടെ ഷപ്ന കൂടി ചേരുന്നുണ്ട് തത്സമയം. ഷപ്ന, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു അസാധാരണ കാഴ്ച ഇന്നിപ്പം കേരളം കാണാൻ പോവുകയാണ്. തിരുവനന്തപുരത്തെ ഒരു കൗൺസിലർ കാപ്പ ചുമത്തി ജയിലിൽപ്പെട്ടയാൾ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തുകൂടാ എന്ന സാധ്യത തേടി ഒടുവിൽ അതിന് കോടതി ഒപ്പം നിന്നു. അങ്ങനെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ജയിലിൽ നിന്ന് ഒരു സത്യപ്രതിജ്ഞ ഉണ്ടാകുന്നത്. അത് ഹൈക്കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇന്ന് 11 മണിയോടെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത്. ഇന്നലെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില കുറച്ച് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് ഉദ്യോഗസ്ഥർ ഏതായാലും 10 മണിയോടുകൂടി തന്നെ ഈ ജയിലിലെത്തും. ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ ക്രമീകരിക്കാൻ ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിനോട് ഈ സത്യപ്രതിജ്ഞ നടത്തുന്നതിന് ജയിലിൽ അവസരമൊരുക്കാൻ സാധിക്കുമോ എന്ന കാര്യം ചോദിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ആ രീതിയിൽ അവസരമൊരുക്കാമെന്ന് അറിയിക്കുകയും തുടർന്നാണ് ഹൈക്കോടതി തന്നെ ഇന്നലെ ഇത്തരത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഏകദേശം 10 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും. മേയർ അടക്കമുള്ളവർ ഇന്നലെ തന്നെ ഇവിടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഏതായാലും വിയ്യൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിൻ്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. കൃത്യം 11 മണിക്ക് തന്നെ തുടങ്ങും എന്നാണ് ഹൈക്കോടതി ഇന്നലെ, അല്ലെങ്കിൽ അത്തരത്തിൽ ക്രമീകരിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വീണ്ടും ജയിലിലേക്ക് തന്നെ മാറ്റും. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിന്ന് വിലക്കാൻ സാധിക്കില്ല എന്ന് കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. ചില അസാധാരണമായ സാഹചര്യങ്ങൾ, അസാധാരണമായ തീരുമാനങ്ങൾ കോടതിക്ക് എടുക്കേണ്ടി വരും എന്നാണ് ഹൈക്കോടതി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കുക എന്നത് ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കോടതിക്ക് അത് നടത്തേണ്ടി വരും എന്ന് ഹൈക്കോടതി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുകയുമായിരുന്നു. നമുക്കറിയാം, നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ നെടുമങ്ങാട് കോടതി വധശ്രമ കേസിൽ സുഗതന് ജാമ്യം അനുവദിച്ചിരുന്നു. 2 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം, അതായത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തു.
പിന്നീടാണ് ഹൈക്കോടതിയിൽ ഈ കാപ്പ കേസ് നിലനിൽക്കുന്നതിനാൽ ജാമ്യം ലഭിച്ചാലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാപ്പ തടവുകാരനായി ഈ വിയ്യൂർ ജയിലിൽ കഴിയുന്ന സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ച് ഇതിനുള്ള അനുമതി തേടുകയായിരുന്നു. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കണം എന്നൊരാവശ്യം മാത്രമാണ് ഉന്നയിച്ചിരുന്നത്. അല്ലാതെ മറ്റ് നടപടികൾ, കേസ് റദ്ദാക്കുന്നതിനോ അല്ലെങ്കിൽ ജാമ്യമോ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഈ സത്യപ്രതിജ്ഞ നടത്തണം എന്നൊരാവശ്യം മാത്രമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതാണ് കോടതി അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഇതിന് സൗകര്യം ഒരുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. കാരണം ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നത് അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്ന നിലപാടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇന്നലെ സ്വീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 11 മണിയോടെ ഇന്ന് സൂപ്രണ്ടിൻ്റെ മുറിയിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് അവസരമൊരുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ഇന്നിപ്പോൾ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ ഷബ്ന, തൃശ്ശൂർ രാമനിലയത്തിൽ നിന്ന് നമ്മുടെ റഹീമ കൂടി ചേർന്നു. റഹീമ, ഗുഡ് മോർണിംഗ്. അസാധാരണ സാഹചര്യത്തിൽ ഒരു അസാധാരണ ഉത്തരവ് എന്ന നിരീക്ഷണത്തോടു കൂടിയാണ് ഇന്നലെ കോടതി ഈ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വഴിയൊരുക്കിയത്. ഇന്നിപ്പോൾ ആ സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയുമാണ് 11 മണിക്ക്. ഇപ്പം BJPയുടെ നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞു. മേയർ VV രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പം രാമനിലയത്തിലേക്ക് കൂടുതൽ നേതാക്കളൊക്കെ എത്തുന്നുണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. നിലവിലിപ്പോൾ ഞാൻ രാമനിലയത്തിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം മേയർ VV രാജേഷ് ഏതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. മറ്റ് BJP നേതാക്കൾ ആരും തന്നെ ഇങ്ങോട്ടേക്ക് നിലവിൽ എത്തിയിട്ടില്ല. വരും സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് തൃശ്ശൂരിലെ നേതാക്കളടക്കം എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണങ്ങളിൽ അസാധാരണമായൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് സുഗതൻ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നേരത്തെ ഏതാണ്ട് 20ഓളം പേരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഗതന്റെയും സത്യപ്രതിജ്ഞ റദ്ദാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുന്നത്. ഏതായാലും അസാധാരണങ്ങളിൽ അസാധാരണമായ ഒരു സംഭവം തന്നെ നടക്കാൻ പോവുകയാണ്. ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് സുഗതന്റെ സത്യപ്രതിജ്ഞ നടക്കും. അതിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കാനായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ കൂടിയായിട്ടുള്ള VV രാജേഷ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനുശേഷം അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. കാരണം സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഭരണം തന്നെ താഴേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമായിരുന്നു. അത് ഒഴിവാക്കാനാണ് BJP ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചതും സുഗതന് ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത്, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ എന്ന് കോടതി പരിശോധിക്കുകയും അത്തരത്തിൽ അതിനുള്ളൊരു അനുമതി ജയിലിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളൊരു അനുമതി നൽകുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം, ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില കൗതുകങ്ങളുമൊക്കെ ഉണ്ട്. ഏതായാലും നിലവിൽ അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്കാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ജയിലിനുള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം VV രാജേഷിന്റെ പ്രതികരണം നമ്മൾ രാമനിലയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ BJP നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഓക്കെ റഹീമേ.